പാരിതോഷികം കൊണ്ടുവരാൻ കുമാരിയെ അറിയിക്കും. നമ്മുടെ കുമാരിയുടെ അസുഖം അത്ഭുതകരമായ ചികിത്സാവിധികൊണ്ട് അടച്ച കണ്ണ് തുറക്കും മുമ്പ് ഭേദമാക്കിയ ഈ വൈദ്യരത്നങ്ങൾക്ക് എന്ത് പാരിതോഷികം നൽകിയാലും അധികമാവില്ലെന്ന് നാം കരുതുന്നു. ഈ എളിയ പാരിതോഷികം സ്വീകരിച്ചാലും വാങ്ങിക്കോളൂ. ആദ്യം ശിഷ്യനെ ഗൗനിക്കുക. രാജകുമാരി ദീർഘായുസോടുകൂടി വാഴുക. രാജാവിനെ മുഖം കാണിക്കാൻ തമ്പുക്കുട്ടിച്ചേവർ വന്നിരിക്കുന്നു. വരാൻ പറയും. ഇത്രയൊന്നും നോക്കിയില്ല. ഗൗരവമുള്ള ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാം മുമ്പേ ഞാനങ്ങ് ചെയ്യുകയാണ്. കണ്ണീർ പിടിക്കുള്ളതെല്ലാം വേഗം കൊണ്ടുവരിക. എന്തുണ്ടായി ഈ പുതിയ സംഭവം? തലയ്ക്ക് വലത്തിട്ട് മൂക്കിൽ തൊടാൻ എനിക്കറിയില്ല. ഞാൻ ചൊല്ലുന്നത് കേട്ടാൽ എനിക്ക് നിങ്ങൾക്കും നല്ലത്. ഈ ഉണിക്കോണവരുടെ വീട്ടിൽ എന്റെ അച്ഛനെ കൊന്ന രണ്ടുപേർ സുഖിച്ചു കഴിയണമെന്ന് ഞാൻ അറിയുന്നു. കോലശ്രീ നാട്ടിലെ രാജാവാണ് നിങ്ങൾ. അതുകൊണ്ട് പറയാണ്, ഞാനത് സഹിക്കില്ല. മഹാരാജാവേ, ഈ ഉണിത്തോലവൻ നായരുടെ വീടും കുടിയും ആരെയും ചതിച്ചുണ്ടാക്കിയതല്ല. സത്യം സത്യം പോലെ കിട്ടിയതാണ്. അവിടെ ആര് വാഴണമെന്നും ആര് വാഴണ്ടെന്നും തീരുമാനിക്കേണ്ടത് തമ്പിക്കുട്ടിയല്ല, ഈ ഞാനാ. ഞാൻ ഈ നാട്ടിലെ രാജാവല്ലെങ്കിലും അതിൽ കൂടുതൽ നിലയുണ്ട്, വിലയുണ്ട്, പറയുന്നുണ്ട്. തമ്പിക്കുട്ടി നനച്ചാൽ വാഴുന്നവരും കാണില്ല, ഒരു രാജാവും കാണില്ല. ആർക്കാ അവിടെ അസുഖം? അസുഖമല്ല, പിന്നെ തലപോണ കാര്യമാണ്. തലവേദന അല്ല, തലപോണ കാര്യം. ഓ തമ്പിക്കുട്ടി, ഒരരിശത്തിന് കിണറ്റിൽ ചാടിയാൽ 7 അരിശത്തിനും കയറാൻ പറ്റില്ല. എന്തിനീ കാര്യമില്ലാണ്ട് പോരും പോർവിളിയും. കഴിഞ്ഞ കഥയെല്ലാം കണ്ണാടി പോലെ പതിഞ്ഞു കിടപ്പില്ല. കണ്ടു പഠിച്ചൂടെ? എന്തിനീ കടലിട്ട് വീശുന്നു? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇല്ല, എല്ലാം കഴിയാനിരിക്കുകയാണ്. അതിരിക്കട്ടെ, നിങ്ങളെന്തിനീ രാജപുത്രിയെ ത്രാസിലിട്ട് തൂക്കി പുടവ ഉടുപ്പിക്കുന്നത്? കുഞ്ഞിക്കഞ്ഞിയെ എനിക്ക് വിവാഹം കഴിച്ചു തന്നൂടെ? തമ്പിക്കുട്ടി എന്തിനു സംശയിക്കുന്നു? നിശ്ചയമായി തൃപ്പംകോട്ടപ്പന്റെ തിരുനടയിൽ വെച്ച് വീണ്ടും ആനപ്പോര് നടത്തും. അതിൽ തമ്പിക്കുട്ടി ജയിച്ചു വന്നാൽ ആ ക്ഷണം. എന്തിനീ ആനപ്പോര്? കണ്ട നാട്ടിൽ നിന്നെല്ലാം കുറെ കൂലിച്ചക്കന്മാരെ കൂട്ടാൻ. അല്ല തമ്പിക്കുട്ടി, നേരെ മറിച്ചാകാൻ. തൊലിവെളിപ്പുണ്ടെന്നോ തടിമുടുക്കുണ്ടെന്നോ രാജകുലത്തിൽ പിറന്നോ എന്ന് കരുതി ചെങ്കോലം പിടിച്ചു വരുന്ന വ്യക്തികൾക്ക് എന്റെ മകളെ കൊടുക്കാതിരിക്കാൻ. എന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടുന്നവൻ അഭ്യാസിയായിരിക്കണം, ധീരനായിരിക്കണം, ക്ഷമയുള്ളവനായിരിക്കണം. ഞാനിതെല്ലാം അർഹിക്കുന്നില്ലേ? ഇരിക്കും, തണ്ണീർ കുടിച്ചിട്ട് പോകാം. വേണ്ട, ഞാൻ ആശിക്കുന്നതെല്ലാം നിങ്ങൾ തിരസ്കരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി പറയണം, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് എനിക്കും നിങ്ങൾക്കും നല്ലതാണ്. ഞാൻ പോകുന്നു. കോണാറെ, ഓർമ്മയിരിക്കട്ടെ. ചന്ദ്രപ്പാ, എന്തോ അമ്മ അവന് വല്ലാണ്ട് തണ്ണീർ ദാഹിക്കണം. ഈ സൈത്തങ്ങിന്റെ അരികെ ചേർത്ത് 2 ഇളവീരിട്ടോളൂ. ഒടേക്കാരനോട് പറയുകയും ചോദിക്കുകയും ഒന്നും ചെയ്യണ്ടേ? ചോദിച്ചും പറഞ്ഞു ഒടേക്കാരൻ എത്തുമ്പോ കൊണ്ടും ചേട്ടയും കൊടുത്തേര്. പിന്നെ മുറുകൂർത്താ പറഞ്ഞേക്കണം, ദൈവം തമ്പുരാന്റെ മണ്ണ്, ഈഴത്ത് നാട്ടിൽ നിന്ന് ഒഴുകി മുളച്ച തെങ്ങ്, മണ്ണിന്റെ ഗുണം കൊണ്ട് മുളച്ച തേങ്ങ. വേണയിടും, അല്ലേ നടാ.
പോയി അമ്മയോട് ചൊല്ലിൻ, ഇനി ഞങ്ങൾ വെറും കൈയോടെ ആ പടിപ്പുരയിലേക്ക് തിരിച്ചു വരികയില്ലെന്ന്. നനച്ചതിൽ കൂടുതൽ ചൂണ്ടയിൽ കൊളുത്തി, അതിനാൽ തെല്ല് സമയമെടുക്കുമെന്ന് ചൊല്ലിൻ പാണരെ. വേണ്ടതുപോലെ അടിയൻ ചെന്ന് ഉണർത്തിച്ചോളാവേ. അപ്പോ കോനോരെ മാധു കേശു ചേകോന്മാർ അങ്ങോട്ട് വിട കൊള്ളട്ടെ. അങ്ങനെ ആവട്ടെ. ആരാണോ നമസ്കരിക്കാൻ പോകുന്നത്? അവിടെ പാടാറ്. അടിയങ്ങൾ വഴിയാത്രക്കാരാതെ. അല്ല, ആനയും പേടിക്കണം, ആനയുടെ പിണ്ടത്തെയും പേടിക്കണം. അയ്യോ, തല്ലി പൊട്ടിക്കരുത്. അത് എന്റെ വയറ്റിപ്പഴപ്പാണ്, പാടാനുള്ളതാണ്. പാടാനുള്ളതാണ്. എന്നാ അവിടെ നിന്ന് പാടാം. കൂടി ഇങ്ങനെ ആരും പാടിപ്പോയിട്ടില്ല. എന്താണ് അവൻ പാടിയത്? അച്ഛനത് പറയുവാൻ നാം ആടുന്നില്ല. അടിയന്റെ നാവ് അതിനെ ആടത്തുള്ളേ. ജീവിച്ചിട്ടും അടിയൻ അതേ പാടും. എന്നാ പാട്. ഓ, ആണും പെണ്ണുമല്ലാത്ത ചതിയൻ ചന്തു ആരോമൽ മടിയിൽ മയങ്ങുന്നേ. പൊതിഞ്ഞു വെച്ച മുറിവിന്നിലന്നു കുത്തുവിളക്ക് കൊണ്ടാഞ്ഞു കേളി കേട്ട ഈ തറവാട്ടിൽ പാണിന്റെ ചോര വീണത് മാണിക്കേടാണ്. ആങ്ങളേരെ നിലയ്ക്ക് വേക്കും ചേരാത്തതാണ്. ഇത് നമ്മുടെ അച്ഛനെ കൊന്ന ശത്രുവിനോടുള്ള പകയാണ്. അച്ഛനെ കൊന്ന മാറ്റാനോട് ഊറ്റം കാട്ടിക്കൊള്ളു. പക്ഷേ ഒരു വയറ് കഞ്ഞിക്ക് ഊറുതോറും കൊട്ടിപ്പാടി നടക്കുന്ന ഈ പാടനെ കൊല്ലണമായിരുന്നു. ഈ പാണനെ പറ്റി ഞാൻ മുമ്പേ കേട്ടിരിക്കുന്നു. ആരോമൽ ചേകവർ ഉയരോടെ ഇരുന്നപ്പോഴും ഇപ്പോഴും എപ്പോഴും പുത്തൂരം വീടിനെ പറ്റി, ഉണ്ണിയാർച്ചയെ പറ്റി, അവളുടെ മകനെ പറ്റി വാ തോരാതെ പാടിപ്പുകഴ്ത്തിയ ഈ പാണൻ ചാകണം. വരട്ടെ അവന്റെ ദൈവങ്ങൾക്ക് തുണയുണ്ടെങ്കിൽ ഈ മുറ്റത്ത്. ആങ്ങളെ, നമ്മുടെ അച്ഛൻ അപ്പൂപ്പന്മാരുടെ കാലം മുതൽക്കേ പോരും ചതിയും കുടിപ്പകയും കൊണ്ട് കണ്ണീർ ഒത്തിരി ഒഴിച്ച വീടാണിത്. നീ പോയി. ഈ കോലശ്രീ നാട്ടിൽ എന്ത് നടക്കണം എന്ത് നടക്കണ്ട എന്ന് ഈ തമ്പിക്കുട്ടി നിരീക്കും. നമ്മുടെ പാലിനെ പിടിച്ചോണ്ട് പോയി. ആരെ? എന്തിന്? തമ്പക്കുറ്റിയെ കൊലപാതകത്തിലൂടെ പുത്തൂരം വീടിനെ പറ്റി ഒന്ന് പാടിപ്പോയി. നമ്മുടെ പാണനെ പിടിച്ചോണ്ട് പോയി. കോട്ടവാദക്കാർ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അത്രയ്ക്കായോ? കോലശ്ശേരി നാട്ടിൽ പുത്തൂരം വീട്ടിനെ കുറിച്ച് പാടിക്കൂടുന്നു. ഇനിയും ഞങ്ങൾ പാടും. എവിടെ കണ്ണപ്പുണ്ണി?